പ്രത്യേകിച്ച് ആദ്യമായിട്ട് സത്യത്തിന് അവസാനം നന്ദി പറയാറ്, ഇവിടെ നന്ദി ആദ്യം പറയാൻ ഉദ്ദേശിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ഓഡിറ്റോറിയം, ഈ ഫെസിലിറ്റി എല്ലാം നമുക്ക് തന്നത് മിസ്റ്റർ ഡാൻ മാത്യൂസ്, ഫ്രീ ഓഫ് ചാർജ്. പുന്നോലി സാറ്, ഡോക്ടർ ജോസഫ് പുന്നോലി സ്വാഗതം പറയും. എൻ്റെ പേര് AC ജോർജ്. കേരള ഡിബേറ്റ് ഫോറം USA-ക്ക് വേണ്ടി എല്ലാവർക്കും ഈ US പ്രസിഡൻഷ്യൽ ഡിബേറ്റിലേക്ക് ഹാർദവമായി സ്വാഗതം. എൻ്റെ പേര് ജോസഫ് പുന്നോലി. ഈ ഡിബേറ്റ് സ്ഥാനാർത്ഥികൾ തമ്മിലുള്ളതല്ല, സ്ഥാനാർത്ഥികളായ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെയും വൈസ് പ്രസിഡന്റ് കമല ഹാരിസിൻ്റെയും വക്താക്കൾ തമ്മിലുള്ള ഒരു ചർച്ചയാണ്, അല്ലെങ്കിൽ ഡിബേറ്റാണ്. ഓരോ പാനലിസ്റ്റുകളും, നമുക്ക് 2 പാനലിസ്റ്റുകളുണ്ട്, റിപ്പബ്ലിക്കൻ സൈഡും ഡെമോക്രാറ്റ് സൈഡും. ഓരോ പാനലിസ്റ്റുകളും അവരുടെ സ്ഥാനാർത്ഥികളുടെ വക്താക്കളാണ്. അവർ മോഡറേറ്ററിൻ്റെയും പ്രേക്ഷകരുടെയും ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുകയും ചർച്ചകൾ നടത്തുകയും ചെയ്യും. അടുത്ത US പ്രസിഡന്റ് ആരായിരിക്കണം? അമേരിക്ക US പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പ് 2024 വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഇനിയും തിരഞ്ഞെടുപ്പ് തീയതിയിലേക്ക് 45 ദിവസം മാത്രമേ ഉള്ളൂ. ചില സംസ്ഥാനങ്ങളിൽ നേരത്തെ തന്നെ വോട്ടെടുപ്പ് ഇതിനകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഈ മഹത്തായ രാജ്യത്തെ 2025 മുതൽ 29 വരെ 4 വർഷക്കാലം നയിക്കാനുള്ള പ്രബുദ്ധനായ നേതാവ് ഈ തിരഞ്ഞെടുപ്പിൽ നിന്നും ജനങ്ങൾ തിരഞ്ഞെടുക്കും. അത് നമ്മളെല്ലാവരും ഉത്സാഹത്തോടും ഉത്കണ്ഠയോടും കൂടി കാത്തിരിക്കുകയാണ്. ഇൻഫോംഡ് ഇലക്ടറേറ്റ്, അതായത് കാര്യജ്ഞാനമുള്ള സമ്മതിദായകർ, അവരാണ് ജനാധിപത്യത്തിന് ശക്തി. ഇന്ന് നമ്മൾ ഓരോ സ്ഥാനാർത്ഥിക്കും വേണ്ടി വോട്ട് ചെയ്യേണ്ടതിന് കാരണങ്ങൾ ഈ പാനലിസ്റ്റ്, അവരുടെ വക്താക്കൾ, അവരുടെ വാദങ്ങളിൽ നിന്ന് കേൾക്കാനുള്ള അവസരമാണ് ഇത്. ഈ ഡിബേറ്റ് കേരള ഫോറം ന്യൂയോർക്ക് USA, ന്യൂയോർക്ക് ആൻഡ് ഹ്യൂസ്റ്റൺ ആണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ മോഡറേറ്റർ ശ്രീ AC ജോർജ് ആയിരിക്കും. ശ്രീ AC ജോർജ് പറഞ്ഞ പോലെ ഈ ഡിബേറ്റ് നടത്തുന്നതിനായി ഈ സ്ഥലവും ആവശ്യമായ സൗകര്യങ്ങളും ഒരുക്കി തന്നതിന് ശ്രീ ഡാൻ മാത്യുവിന് പ്രത്യേകിച്ച് നന്ദിയുണ്ട്. ഒരുക്കങ്ങൾ നടത്തിയ ശ്രീ ഡാൻ മാത്യുവും ശ്രീ ടോം വിരുപ്പനുമാണ്. അവർക്ക് പ്രത്യേകം നന്ദി കേരള ഡിബേറ്റ് ഫോറത്തിന് വേണ്ടി ഞങ്ങൾ പറയുന്നു. പ്രത്യേകിച്ച് ഇവിടെ ന്യൂസ് ചാനലുകൾ ഉണ്ട്, അവർക്കും പ്രത്യേകം സ്വാഗതം. മോഡറേറ്റർ ശ്രീ AC ജോർജ് ഡിബേറ്റിൻ്റെ നടപടിക്രമങ്ങളും പ്രോട്ടോക്കോളും വിശദീകരിക്കുന്നതാണ്. മൈക്ക് കൈമാറുന്നതിന് മുമ്പ് കേരള ഡിബേറ്റ് ഫോറത്തിനെ കുറിച്ചും USA-യെ കുറിച്ചും മോഡറേറ്ററായ ശ്രീ AC ജോർജിനെ കുറിച്ചും ചുരുക്കം ചില കാര്യങ്ങൾ ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കേരള ഡിബേറ്റ് ഫോറം USA ശ്രീ AC ജോർജും സംഘവും ചേർന്ന് 1986 ന്യൂയോർക്കിൽ ആണ് ആരംഭിച്ചത്. ഇപ്പോൾ അമേരിക്കയിലെ പല സ്ഥലത്തും, പ്രത്യേകിച്ച് ന്യൂയോർക്ക്, ഹ്യൂസ്റ്റൺ, പെൻസിൽവേനിയ, അങ്ങനെ പല ന്യൂജേഴ്സി, അവിടെയെല്ലാം ഇത് കേരള ഡിബേറ്റ് ഫോറം USA-ക്ക് പ്രവർത്തനമുണ്ട്. കഴിഞ്ഞ 38 വർഷമായി ഫോറം പ്രവർത്തിച്ചു വരുന്നു. US-ലെ, ഇന്ത്യയിലെ, കേരളത്തിലെ വിവിധ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ, സാമ്പത്തിക വിഷയങ്ങളെക്കുറിച്ചുള്ള പല ചർച്ചകളും ഈ ഫോറം ഇതുവരെ നടത്തിയിട്ടുണ്ട്. പല തെരഞ്ഞെടുപ്പുകളെ പറ്റിയും ഇവിടെ ചർച്ച നടന്നിട്ടുണ്ട്. US തെരഞ്ഞെടുപ്പ്, ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകൾ, കേരളത്തിലെ തെരഞ്ഞെടുപ്പുകൾ, അതുപോലെ നമ്മുടെ മലയാളി സംഘടനകളുടെ തെരഞ്ഞെടുപ്പുകൾ, ഫൊക്കാന, ഫോമ, വേൾഡ് മലയാളി കൗൺസിൽ, അവിടെയെല്ലാം തെരഞ്ഞെടുപ്പുകൾ സംബന്ധിച്ച് ഇവിടെ ചർച്ചയും വാഗ്വാദവും നടന്നിട്ടുണ്ട്. ഈ ഡിബേറ്റ് ഫോറം പ്രധാനമായും മലയാളി സമൂഹത്തെ ഉദ്ദേശിച്ചിട്ടുള്ള ആണ്. എന്നിരുന്നാലും US-ലും ഇന്ത്യയിലും മറ്റുള്ള സമൂഹങ്ങളിലും ഇതിലെ ചർച്ചകൾക്ക് വളരെ സ്വാധീനവും ആവേശവും ഉണ്ടാക്കിയിട്ടുണ്ട്.
ശ്രീ AC ജോർജിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹം ന്യൂയോർക്കിലെയും ഹ്യൂസ്റ്റണിലെയും ഇന്ത്യൻ അമേരിക്കൻ സമൂഹത്തിൽ എല്ലാവർക്കും സുപരിചിതനാണ്, പ്രശസ്തനാണ്. അദ്ദേഹം ഒരു പത്രപ്രവർത്തകൻ, എഴുത്തുകാരൻ, ലേഖകൻ, കവി, സാമൂഹ്യ പ്രവർത്തകൻ, വാഗ്മി തുടങ്ങിയ നിലകളിൽ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം ഏതാനും വർഷങ്ങൾ ഇന്ത്യൻ റെയിൽവേയിൽ ജോലി ചെയ്ത ശേഷം 1975 US കുടിയേറിയത് വന്നത്. 36 വർഷം ന്യൂയോർക്കിൽ താമസിച്ചതിന് ശേഷം 2011 ഹ്യൂസ്റ്റൺ, ടെക്സസിലേക്ക് താമസം മാറി. ശ്രീ AC ജോർജ് അമേരിക്കയിലെ വിവിധ സാമൂഹ്യ സാംസ്കാരിക സംഘടനകളിൽ വിവിധ മേഖലകളിൽ നേതൃത്വ സ്ഥാനം വഹിച്ചിട്ടുണ്ട്. ന്യൂയോർക്ക് വെസ്റ്റ്ചെസ്റ്റർ മലയാളി അസോസിയേഷന്റെ മുൻ പ്രസിഡന്റ്, കേരള ദർശനം, ജനധ്വനി എന്നിവയുടെ ചീഫ് എഡിറ്റർ, ജനധ്വനി ആർട്സ് ക്ലബിന്റെ പ്രസിഡന്റ്, ഇന്ത്യൻ അമേരിക്കൻ പൊളിറ്റിക്കൽ ഫോറം ന്യൂയോർക്ക് വെസ്റ്റ്ചെസ്റ്റർ കൗണ്ടി അതിന്റെ പ്രസിഡന്റ്, വേൾഡ് മലയാളി കൗൺസിലിന്റെ സെക്രട്ടറി, ഇന്ത്യൻ കാത്തലിക് അസോസിയേഷൻ ഓഫ് അമേരിക്കയുടെ പ്രസിഡന്റ്, കാത്തലിക് വോയിസ് എന്നതിന്റെ എഡിറ്റർ, അങ്ങനെ പല നേതൃത്വ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. നമുക്ക് 2 പാനലിസ്റ്റ് ഉണ്ട്, റിപ്പബ്ലിക്കൻസ് ആൻഡ് ഡെമോക്രാറ്റ്സ്. അവരെ സ്വയം പരിചയപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. ആദ്യമായിട്ട് ഡെമോക്രാറ്റിക് പാനൽ സ്വയം ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ അമേരിക്കയിൽ വന്നിട്ട് 51 വർഷം കഴിഞ്ഞു. ആദ്യമേ ന്യൂയോർക്കിലായിരുന്നു, 73 വന്നു, 79 ഹൂസ്റ്റണിൽ വന്നു. ബൈ പ്രൊഫഷൻ നേഴ്സായിരുന്നു. ടോട്ടൽ 50 വർഷക്കാലം നേഴ്സിംഗ് ചെയ്തു. പിന്നെ റിട്ടയർമെൻ്റ് എടുത്തു. സിംഗിൾ പേരൻ്റാണ് ഫോർ ദ ലാസ്റ്റ് 37 years. 3 ആൺമക്കള്, 2 കൊച്ചുമക്കളും. റിട്ടയർമെൻറ്റിന് കഴിഞ്ഞപ്പോൾ തൊട്ട് കംപ്ലീറ്റ്ലി സാമൂഹ്യ സേവനമാണ്. എൻ്റെ കുടുംബത്തെ പോറ്റിയതിനോടൊപ്പം തന്നെ അഗതികളും നിരാലംബമായുള്ളവർക്ക് ഒരു സഹായഹസ്തം നേടിക്കൊടുക്കുക, അതായിരുന്നു എൻ്റെ ജീവിത ഉദ്ദേശം. അതിൻ പ്രകാരം അനേകം ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്തു, അനേകം അസോസിയേഷനിൽ വർക്ക് ചെയ്തു. അതിൻ്റെയൊക്കെ ഫലമായിട്ട് ഹൂസ്റ്റൺ കമ്മ്യൂണിറ്റി കോളേജിൽ നിന്നും ഔട്ട്സ്റ്റാൻഡിംഗ് കമ്മ്യൂണിറ്റി സർവീസിനുള്ള ഒരു ഓണററി ഡിഗ്രി 2016 May 14 NRG സ്റ്റേഡിയത്തിൻ്റെ അവിടെ വെച്ച് എനിക്ക് ലഭിക്കാനിടയായി. ഇപ്പോഴും ഞാൻ എപ്പോഴും എൻ്റെ സേവനം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്നിവിടെ വന്നു എല്ലാവരെയും കാണാൻ സാധിച്ചതിലും ഭാഗത്താക്കാൻ സാധിച്ചതിലും വളരെ എല്ലാവരുടെയും അനുഗ്രഹവും ഒക്കെ ഉണ്ട് എന്ന് വിചാരിക്കുന്നു. ഈ അവസരം തന്നതിന് നന്ദി, നമസ്കാരം. കൂടിപ്പോയെങ്കിൽ ക്ഷമിക്കണം. എനിക്ക് റിക്വസ്റ്റ് ഉണ്ട്. ആദ്യം ടൈം ലിമിറ്റ് പറഞ്ഞാൽ ആളുകൾ അത് പാലിക്കാൻ ശ്രമിക്കും. അദ്ദേഹം പുള്ളിക്കാരി ടൈം ലിമിറ്റ് പറയാനുണ്ടാവുള്ളൂ. എൻ്റെ പേര് ചെറിയാനാണ്. ഞാൻ 76 അമേരിക്കയിൽ വന്നു, 78 ഹ്യൂസ്റ്റണിൽ വന്നു. വന്ന ആൾ തൊട്ട് പബ്ലിക് പ്രവർത്തനങ്ങളിൽ പൊതുവായ ഏരിയകളിലും പള്ളികളിലും എല്ലാ കാര്യങ്ങളിലും മുൻകൈ എടുത്ത് പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞാനൊരു ഡെമോക്രാറ്റോ റിപ്പബ്ലിക്കനോ അല്ല. ഞാനൊരു സ്വാതന്ത്ര്യമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചിന്തിക്കുന്ന ആളാണ്. പക്ഷേ ഈ പ്രസന്റ് സിറ്റുവേഷനിൽ ഞാൻ ഡെമോക്രാറ്റ് ആയത് ഇപ്പോഴത്തെ ആ സിറ്റുവേഷൻ കൊണ്ടാണ്. സോ ഞാൻ 2 മക്കളുണ്ട്, 4 കൊച്ചുമക്കളുണ്ട്. 2 മക്കൾ, മോന് ഡാളസില്, മോൻ ഇവിടെ സെറ്റിൽ ആയിരിക്കുന്നു. ഇപ്പോൾ റിട്ടയർഡ് ലൈഫ് നടത്തുന്നു. താങ്ക് യു വെരി മച്ച്. ജോസഫ് തച്ചാറ. എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ചില സാഹിത്യങ്ങളൊക്കെ ചർച്ചകൾ ഉണ്ടാകും. എൻ്റെ പേര് എടപ്പാറ മാത്യൂസ്. ഞാൻ 74 ന്യൂയോർക്കിൽ വന്നു, സ്റ്റാറ്റൻ ഐലൻഡിൽ. അവിടെ 33 വർഷം ന്യൂയോർക്ക് സ്റ്റേറ്റിൽ സീനിയർ പരോൾ ഓഫീസറായിട്ട് ജോലി ചെയ്തു, റിട്ടയർ ചെയ്തു. 2011 ഞാൻ ഹ്യൂസ്റ്റണിലേക്ക് കാനായ ഹോമിൽ വിശ്രമ ജീവിതത്തിനായി വന്നു. ജീവിതകാലം മുഴുവനും ഒരു ഇൻ്റർനാഷണലി ക്വാളിഫൈഡ് എഡ്യൂക്കേറ്ററാണ്. ടീച്ചറായിരുന്നു. സീനിയർ പരോൾ ഓഫീസർ ആകുന്നതിന് മുമ്പ് എൻ്റെ സിഗ്നേച്ചർ ഇല്ലാതെ ഞാൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഹെഡായിരിക്കുമ്പം ഒരു ജയിൽ പുള്ളിയും പുറത്ത് പോകാറില്ല. ദാറ്റ് വാസ് മൈ ഡ്യൂട്ടി.
And after coming here, I belong to Kanaya Catholic Church. I have been an active member. The present KCCNA, one of the biggest organization I have started. I am a founder member. Thank you. Debate forum, especially the moderator AC George, Mr. AC George, and also the facilitator Joseph Pinoli. My name is Dan Matthews, representing the Conservative Republican for tonight's debate. I really want to appreciate also our friends on the other side as well. Thank you. My name is Tom Verippan. I think pretty much everybody knows me. I used to be a state representative candidate. I am one of the president chair for the Republican Party. Today I am representing party. എൻ്റെ പേര് തോമസ് റോലിയാന്നേൽ. ഞാൻ 1986 ഹൂസ്റ്റണിൽ വന്നത്. ഹരിസ്റ്റോണിലാണ് ജോലി ചെയ്തിരുന്നത്. 25 വർഷം ചെയ്തു റിട്ടയർ ചെയ്യുന്നു. ആദ്യമായിട്ട് സംഘടിപ്പിച്ച എൻ്റെ പേര് മാത്യു പേരമൺ. ഞാൻ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി അധ്യാപകൻ, അക്കൗണ്ട് എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്നു. ഇതിനു മുമ്പ് 2018 തോന്നുന്നു റിപ്പബ്ലിക്കിൻ്റെയും ഡെമോക്രാറ്റിൻ്റെയും ഒരു ഡിബേറ്റ് നടത്തിയിരുന്നതെന്ന് എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചു. സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിൽ ഞാൻ പങ്കെടുത്ത് പ്രവർത്തിക്കുന്നു. 26 വർഷമായിട്ട് ഞാൻ ഹൂസ്റ്റണിലുണ്ട്. ആദ്യമായിട്ട് കേരള ഡിബേറ്റ് ഫോറം USA ആഭിമുഖ്യത്തിൽ നടത്തുന്ന അമേരിക്കൻ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ഡിബേറ്റിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇപ്പോൾ പ്രത്യേകിച്ച് 2 പാനൽ അവർ പരിചയപ്പെടുത്തി കഴിഞ്ഞു, സ്വയം പരിചയപ്പെടുത്തി കഴിഞ്ഞു. എൻ്റെ റൈറ്റ് സൈഡിൽ ഡെമോക്രാറ്റിക് പാനൽ, ലെഫ്റ്റ് സൈഡിൽ റിപ്പബ്ലിക്കൻ പാനൽ. അപ്പോൾ ഇവിടെ ഡെമോക്രാറ്റിക് പാനലിൽ കമല ഹാരിസ് ഇല്ല. ഇവര് കമല ഹാരിസിനെ റെപ്രസെന്റ് ചെയ്ത് അവരുടെ പോളിസിയെ പറ്റി നമ്മളോട് സംസാരിക്കുന്നു. അതേമാതിരി ഇവിടെ ഡൊണാൾഡ് ട്രംപിന് വേണ്ടി റിപ്പബ്ലിക്കൻ പാനൽ ഇരിക്കുന്നു, അവരവരുടെ പോളിസിയെ പറ്റി വിവരിക്കുന്നു. അതിനെല്ലാം അപ്പുറം ഇവിടെ വന്നിരിക്കുന്നത് രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ബഹുമാന്യരായ വ്യക്തികളാണ്. അവർക്കും ഞാൻ സല്യൂട്ട്, സ്വാഗതം. അവരുടെ ക്ഷമ, ഇതിനകത്ത് വരാൻ ഉണ്ടായ താല്പര്യം എല്ലാ കേരള ഡിബേറ്റ് ഫോറത്തിൻ്റെ ഇത് പേരിൽ ഞാൻ നന്ദി പ്രകാശിപ്പിക്കുന്നു. എല്ലാവരും ഒരു പേര് മാത്രം കേട്ടോ, സമയം ലാഭിക്കാൻ വേണ്ടി ഐ ഹാവ് ടു റെക്കഗ്നൈസ് സ്റ്റാർട്ടിങ് ഫ്രം ദാറ്റ് സൈഡ്. ജസ്റ്റ് പേര് മാത്രം പറഞ്ഞേച്ചാൽ മതി. ജസ്റ്റ് ടെൽ മി ദ നെയിം. പ്രമുഖരായ ചാനൽ ഇപ്പോഴിവിടെയുണ്ട്. നമ്മൾ ഇവരുടെയൊക്കെ ക്ലിപ്പിംഗ്സ് എല്ലാം അയച്ചു കൊടുക്കും മറ്റുള്ളവർക്ക്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും സ്വാഗതം. മോഡറേറ്റർ പൂർണ്ണമായിട്ടും നിഷ്പക്ഷമായിരിക്കും ചോദ്യങ്ങൾ. ഒരുപക്ഷെ 2 പേർക്കും തോന്നിയേക്കാം ഈ മോഡറേറ്റർ റിപ്പബ്ലിക്കൻ കക്ഷിയാണോ അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് കക്ഷിയാണോ എന്ന് ചോദിച്ച്. കാരണം എൻ്റെ ചോദ്യം ഒരുപക്ഷെ നിങ്ങൾക്കെതിരായിരിക്കാം. ക്ഷമിക്കണം, അത് ഡിബേറ്റിന്റെ ഒരു ഭാഗമാണ്. അതേമാതിരി റിപ്പബ്ലിക്കൻ അങ്ങനെ അങ്ങനെയൊന്നുമല്ല. ഇത് പോളിസിയെ വെളിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ ചാനൽ ചർച്ചകളൊക്കെ കാണാറുണ്ടല്ലോ. അപ്പൊ അതേമാതിരി ഒരുപക്ഷെ അതിൽ കുറച്ചുകൂടെ നിഷ്പക്ഷമായ രീതിയിലായിരിക്കും. ഓക്കെ കേട്ടോ, എന്നോട് ക്ഷമിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ ഒട്ടും സമയം നഷ്ടപ്പെടുത്തുന്നില്ല. ഞാൻ 2 പാനല് ഒക്കെ ഇവിടെ ഈ തല ഡെമോക്രാറ്റിക് കൊടുക്കുന്നു. ഇവിടെ കൃഷിക്കാരുടെ ഭാഗം ഇവിടെ റിപ്പബ്ലിക്കിന് കൊടുക്കുന്നു. ആരാദ്യം പറയും, ആരാദ്യം പാടും ഒരു സിനിമ ഉണ്ടല്ലോ, അതേമാതിരി ഈ കോയിൻ ടോസ്റ്റ് ചെയ്ത ശേഷം നമ്മൾ തീരുമാനിക്കുകയാണ്. ഈ ഓഡിറ്റോറിയത്തിന്റെ ഉടമയെ കൊണ്ടാണ് ഞാൻ ടോസ്റ്റ് ചെയ്യിക്കുന്നത്. കാരണം പാർട്ടി വൈസ് ഒന്നും ഒരു ഡെമോക്രാറ്റ് തുടങ്ങുകയാണ്, ചേച്ചിയിൽ നിന്ന് തുടങ്ങുകയാണ്. ഓക്കെ, ശ്രീമതി പൊന്നപ്പള്ളിയിൽ നിന്ന് ആരംഭിക്കുക. ഗ്രേറ്റർ ഹ്യൂസ്റ്റണിലെ ഡിബേറ്റ് നിഷ്പക്ഷമായ രീതിയിൽ ഇവിടെ ആരംഭിക്കുകയാണ്. എൻ്റെ ആദ്യത്തെ ചോദ്യം, ഈ ചോദ്യം നിങ്ങൾ എല്ലാവരും 2 പാനലിസ്റ്റും ഒരേ മിനിറ്റ്
ഒക്കെ സമ്മറൈസ് ചെയ്യണം. അതിനുശേഷം വിപുലമായ ചോദ്യങ്ങൾ വരും. ഞാൻ മാത്രമല്ല ചോദിക്കുന്നത്, ഓഡിയൻസും പത്രമാധ്യമ പ്രതിനിധികളുമായിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, ഞാൻ എൻ്റെ ചോദ്യം ആദ്യമായിട്ട്, ആരായിരിക്കണം 2025 അമേരിക്കൻ പ്രസിഡന്റ്? ആരായിരിക്കണം? അത് എന്തുകൊണ്ട്? ആരാകും? അപ്പോൾ അതിന് സംക്ഷിപ്തമായിട്ട് 1 മിനിറ്റ് കൊണ്ട് ഇൻട്രൊഡക്ടറി സ്പീച്ച് ശ്രീമതി പൊന്നൂപ്പിള്ള. 2024 പ്രസിഡന്റ് ഇലക്ഷനിൽ മിസ് കമല ഹാരിസ് പ്രസിഡന്റ് ആകണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാര്യം എന്തെന്നാൽ അമേരിക്കയിലെ ആദ്യത്തെ വുമൺ പ്രസിഡന്റ് ആയിരിക്കും. ഇന്ത്യയുടെ ആദ്യത്തെ ഇന്ത്യൻ വംശജയാണ്. അമ്മ ശ്യാമള ഗോപാലൻ്റെ മകളാണ്. വെൽ എഡ്യൂക്കേറ്റഡ് ആണ്. അറ്റോർണി ജനറലായിരുന്നു. ക്ലീൻ നെയിമാണുള്ളത്. ഹസ്ബൻഡ് ഉണ്ട്. പിന്നീട് അറ്റോർണി ജനറലായിരുന്നു. എപ്പോഴും സ്മൈലി ഫേസ്, മിഡിൽ ക്ലാസ്സിനെയും ലോ ക്ലാസ്സിനെയും ഉദ്ധരിക്കാൻ കഴിവുള്ള ഒരു അംഗമാണ്. ഇത്രയുമാണ് ഞാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ട് ക്വാളിഫൈഡ് ഫോർ എ പ്രസിഡന്റ്. Thanks for that question. Before I say, my train of thought sometimes goes in both ways. Okay, so okay, Republican candidate. Can I say in English? You can talk in Any language. No, I get in Malayalam. Okay, but I start speaking, then I get in Malayalam. Okay. 2025 പ്രസിഡന്റ് 24 നടക്കുന്ന ഇലക്ഷന് 2 കാൻഡിഡേറ്റ് ആണ് ഞങ്ങൾ പ്രതിദാനം ചെയ്യുന്ന, അല്ലെങ്കിൽ ഞങ്ങളുടെ സൈഡ് എന്ന് പറയുന്നത് റിപ്പബ്ലിക്കൻ പാർട്ടി നോമിനേറ്റ് ഡൊണാൾഡ് ട്രംപ് ആയിരിക്കും അമേരിക്കൻ പ്രസിഡന്റ് ഞങ്ങൾ ആഗ്രഹിക്കും. പക്ഷേ ഇവിടെ ഇരിക്കുന്ന നമ്മളൊക്കെ പറയുന്നത് പോലെ കമല ഹാരിസ് പ്രസിഡന്റ് ആവണമെന്നുള്ള ചിന്തയൊക്കെ പറഞ്ഞു. ഓക്കെ, ദാറ്റ്സ് देयर ലൈഫ്. അതിന് മറുപടി മറുസൈഡിൽ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ വെൽ എഡ്യൂക്കേറ്റഡ് ആയിരിക്കാം, മിഡിൽ ക്ലാസ് ആയിരിക്കാം, you have a good family background, but there is thousands of millions of people outside. Americans really want a change because they are sick and tired and fed up with what is happening for the last 4 years. Kamala Harris and Biden is destroying America, so they are looking for someone new. Is Donald Trump will be that person. Democratic side, Mr. S.K. Cherian. വളരെ അപ്രീഷിയേറ്റീവ്. ട്രൈഡ് എ ചേഞ്ച്. ഒരു ചാൻസ് കൊടുത്തു. അന്നേരം എന്താ ചെയ്തതെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. ഇനിയും ചേഞ്ച് വേണമെന്ന് അദ്ദേഹം പറഞ്ഞതനുസരിച്ചാണെങ്കിൽ കമലയാണ് അടുത്ത ചേഞ്ച്. ബിക്കോസ് he already had 4 years at what all they did in the White House, and he was not willing even to leave the White House. And recently he had a talk. If you vote for me this time, you never have to vote. What mean? I don't leave White House. I will do the same thing what I did in January 6th. So അങ്ങനത്തെ ഒരാളിനെയാണ് നമുക്ക് പ്രസിഡന്റ് ആയിട്ട് വേണ്ടത്. And another thing, even ലോകത്തിൽ എല്ലാ കോൺസ്റ്റിറ്റ്യൂഷനും വരുന്ന കൺവിക്റ്റഡ് felons cannot even vote in some place, some countries. Here he is a convicted felon, 34 counts. എല്ലാ ആളുകളും കൂടെ യുനാനിമസ് ആയിട്ട് കൺവിക്റ്റഡ് ചെയ്ത ആളാണ്. അദ്ദേഹത്തിനെയാണോ വേണ്ടി ഒരു പ്രോസിക്യൂട്ടറിനെയാണോ നിങ്ങൾ തീരുമാനിക്കുക. We want Daniel Sinodian agree ചെയ്തു. We need a change. So Kamala should be the next president as a change. Thank you. Republican side. എൻ്റെ അഭിപ്രായത്തിൽ പ്രസിഡന്റ് ട്രംപ് already proved that he is an able president. Therefore, he should be re-elected as the president. And because the country today is facing a devastating economy. Already $35 trillion federal debt നമ്മുടെ ബൈഡൻ കമല അഡ്മിനിസ്ട്രേഷൻ ഫേസ് ചെയ്തുകൊണ്ടില്ല. ഫെഡറൽ ഡെറ്റ് സാധാരണ ജനങ്ങൾക്ക് ഗ്രോസറി ഐറ്റം വാങ്ങിക്കുവാൻ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലാണ് ഇന്ന് ഭരണം നടന്നുകൊണ്ടിരുന്നത്. ഒരു സാധാരണ അമേരിക്കനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡ്രീം ഹോം, ഒരു വീട് വാങ്ങിക്കണം എന്നൊരു ഡ്രീം, അത് ഇന്നത്തെ സാഹചര്യത്തിൽ സാധിക്കില്ല എന്ന് വിജയിക്കുന്ന ഏറ്റവും ആഗ്രഹമുണ്ട്. എല്ലാം ഇൻഡസ്ട്രി കൂടുതൽ, പ്രൈസ് കൂടുതൽ, അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ. ബൈഡൻ
ഹാരിസിൻ്റെ അഡ്മിനിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്ത ആദ്യത്തെ വർഷം പറഞ്ഞു ഇൻഫ്ലേഷൻ സ്റ്റാർട്ട് ചെയ്തു, രണ്ടാമത്തെ വർഷം പറഞ്ഞു അത് ഡബിളായി, മൂന്നാമത്തെ വർഷം പറഞ്ഞു അത് ട്രിപ്പിളായി, ഇപ്പോൾ പറയുന്നു അത് അൺലിമിറ്റഡായി. സോ ഈ 4 വർഷം കൊണ്ട് ഇതൊന്നും ഫിക്സ് ചെയ്യാൻ കഴിയാത്ത ഒരു ഭരണകൂടത്തിൻ്റെ ഭരണത്തിൽ വൈസ് പ്രസിഡൻ്റായിരുന്ന കമലാ ഹാരിസിന് ഒരു കാരണവശാലും ഇത് ഫിക്സ് ചെയ്യാൻ കഴിയില്ല. അത് ഫിക്സ് ചെയ്യാൻ കഴിയുന്നത് ശക്തനായ പ്രസിഡന്റ് ട്രംപിന് മാത്രമേ കഴിയൂ എന്നുള്ളതുകൊണ്ട് ടു മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ പ്രസിഡന്റ് ട്രംപ് ആയിരിക്കണം നിങ്ങൾ തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ് എനിക്ക് പറയുന്നത്. കമലാ ഹാരിസ് പ്രസിഡന്റ് ആകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഭൂരിപക്ഷം ജനങ്ങളും ആഗ്രഹിക്കുന്നതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏതായാലും പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാന്യമായ രീതി യാത്ര പറഞ്ഞ് പിരിയാൻ പോലും സാധിക്കാതെ ഒരു തലേ ദിവസം തന്നെ ഒളിച്ചോടിയ ഒരു പ്രസിഡന്റിനെ ഇനിയും നമ്മൾ വേണം എന്ന് ചിന്തിക്കുന്നത് ഒരു കടന്ന കൈയായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. നമ്മളെ ഇന്നത്തെ വിഷയം എസ് പറഞ്ഞ് നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആരായിരിക്കണം പ്രസിഡന്റ്, ആരാകണം. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആയിരിക്കും പ്രസിഡന്റ്. എന്തുകൊണ്ട് കമലാ ഹാരിസ് ആകാൻ പാടില്ല എന്ന് പറയുന്നതിനോട് കാരണങ്ങളുണ്ട്. 3.5 വർഷമായിട്ട് വൈസ് പ്രസിഡന്റ് ആയിരുന്ന കമലാ ഹാരിസിനെ കുറിച്ച് നമ്മൾ വളരെ ചുരുക്കമാണ് കേട്ടിട്ടുള്ളൂ. ഭംഗിയായിട്ട് ജീവിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ നമ്മൾ എന്ത് ഒരു ഗവൺമെൻറ്റിൽ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന ഒരു ഭരണാധികാരി ഏതെങ്കിലും ഡിസിഷൻ മേക്കിങ്ങിൽ ഇതുവരെയായിട്ടും കാര്യമായ ഒരു ലീഡർഷിപ്പ് എടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒന്നാമതായിട്ട് കമലാ ഹാരിസ് ലിബറൽ ഡെമോക്രാറ്റാണ്. നമുക്കറിയാം ലിബറൽ എന്താണെന്ന്, അവരുടെ പ്രിൻസിപ്പിൾ എന്താണെന്ന്, ആശയഗതി എന്താണെന്ന് മനസ്സിലാവും. അത് തന്നെയല്ല, ഈ രാജ്യത്തിലേക്ക് നമ്മൾ ആരും ഇല്ലീഗൽ ഇമിഗ്രൻസ് ലീഗലായിട്ട് ഈ രാജ്യത്ത് വന്നിട്ടുള്ള ആളുകളാണ്. ഒരു ശക്തമായ പ്രോസസ്സിൽ കൂടെ നമ്മുടെ ഐഡൻറ്റിറ്റി നമ്മൾ പ്രൂവ് ചെയ്ത് നമ്മളെ അങ്ങനെയുള്ള ആളുകളാണ് അമേരിക്കയിൽ ലീഗലായിട്ട് വന്നത്. ബൈഡൻ ഓൾറെഡി ഇപ്പോഴത്തെ പ്രസിഡന്റ് ബൈഡനും 36 വർഷം ഡെലവേർ കൗണ്ടിൻ്റെ സെനറ്ററായിരുന്നയാണ്. അദ്ദേഹം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ ഐ ആം ഹാൻഡിക്യാപ്ഡ്. ഈ ഹാൻഡിക്യാപ്ഡ് ആണെന്ന് പറഞ്ഞ അവസരത്തിലാണ് കമലാ ഹാരിസ് കയറി വരുന്നത്. അപ്പോൾ കമലാ ഹാരിസ് വളരെ ശക്തമായ നേതൃസ്ഥാനത്ത് നിന്ന ആളാണ് കമലാ ഹാരിസിൻ്റെ ആദ്യം വരേണ്ടത്. അതുതന്നെയല്ല, 21 മില്യൺ ഇല്ലീഗൽ ഇമിഗ്രൻസിനെ ഈ ബോർഡറിൽ കൂടി കടത്തിക്കൊണ്ടുവരുന്നതിന് പ്രധാനമായ നേതൃത്വം വഹിച്ച ആൾ കമലാ ഹാരിസ് തന്നെയാണ്. എന്താണ് ഇപ്പോൾ ഇവരെ കൊണ്ടുവന്നിട്ട് നമ്മുടെ ഗവർണർ വളരെ ശക്തനായ ആളുകളോട് പറഞ്ഞു, എനിക്കിവിടെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ന്യൂയോർക്ക് ഓർ കാലിഫോർണിയ വേറെ വെറൈറ്റീസ് അവർക്കെന്നാ ഈ രാജ്യത്തിൻ്റെ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്ത് വന്ന് ജീവിക്കണമെന്ന് എല്ലാവർക്കും വരാൻ താല്പര്യമുണ്ട്. ആർക്കാ അവരെ അമേരിക്ക വരാൻ താല്പര്യമില്ല. അവരെ ഈ ബോർഡറിലൊക്കെ കൊണ്ടുവന്ന് ദിവസം 20 രൂപ കൊണ്ട് ന്യൂയോർക്കിൽ താമസിച്ചവർ ആ മനുഷ്യനെ ജീവിക്കും നിങ്ങൾ പറ. ആ നേതൃത്വം കൊടുത്ത ആളാണ് ഇവിടുത്തെ പ്രസിഡന്റായിട്ട് വരുന്നത്. അല്ല 150,000 കാലിഫോർണിയ ഗവൺമെൻറ് ഇല്ലീഗലായ വന്ന ആൾക്ക് ലോൺ കൊടുക്കുന്നു. ഇവിടെ ഒരു ലോൺ എടുക്കാൻ വേണ്ടി ലീഗലായ ഇവിടെ ജനിച്ചു വളർന്ന വൈറ്റ് അമേരിക്കൻസ് ബുദ്ധിമുട്ടുമ്പോൾ ഇല്ലീഗലായ ആളുകളെ കൊണ്ടുവന്ന് 150,000 ലോൺ കൊടുക്കുന്ന ഏത് രാജ്യത്തെ നീതിയാണ്? ഏത് പ്രസിഡന്റാണ്? പ്രസിഡന്റ് ഇസ് ദ ക്യാപ്റ്റൻ ഇസ് ഇല്ലീഗൽ. ഹി ഈസ് ഡൂയിങ് ഇല്ലീഗൽ തിങ്. Everybody can do illegal things in this country. We cannot promote that. So I want ഡൊണാൾഡ് ട്രംപ് ചിലപ്പോൾ സംസാരിക്കാൻ അത്ര നല്ല വ്യക്തിയാണ് ഞാൻ പറയുന്നില്ല. സംസാര രീതിയിൽ ചിലപ്പോൾ ചില അതൊക്കെ പല ഇതുണ്ടെങ്കിലും he can do his job better than Kamala Harris. Thank you. Moderator. കമലാ ഹാരിസ് പ്രസിഡന്റ് ആകണം. അതിന് she is worthy. We want to be part of the history that a woman president in America. Look at her record and also look at
the record of Donald Trump. What are the mistakes you can show regarding Kamala Harris? Is she a womanizer? Is she make money out of loopholes? No. She was not born with a silver spoon. We know if you read her life history. She has been an attorney general. She has been a good cook. She has come up on her own intelligence and merit and hard work. We should respect the integrity of the people. What is the record of Trump, when President Trump? January 6th is a remarkable day where he should be ashamed, he should be tasked for bringing so much loss to the country. Secondly, he has no plan for the middle class and the poor. Look at the policy and the plan announced by her, Kamala Harris. She will give child care taxes, she will give buying the house taxes, and so many other favorable policy for the poor and the middle class. Therefore, it is my request to you all, we should, for the good of this country, for the good of the whole world, we should vote for Kamala Harris. She has integrity, she has come on her own hard work and intelligence. So let us have a good leader like Margaret Thatcher. Americans are afraid of ladies become president. That should be broken. That glass ceiling should be broken. Let us all get together and work together to make her the president. Thank you. 78 years old. He is മോഡറേറ്റർ 3 ചോദ്യങ്ങളാണ് ചോദിച്ചത്. 2025 ആര് പ്രസിഡന്റ് ആണ്? യാതൊരു സംശയമില്ല, ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ആണ്. എന്തുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ആകണം? അതിനുള്ള ഉത്തരവും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം 4 വർഷം അമേരിക്കയുടെ പ്രസിഡന്റായിട്ട് ഭരിച്ചപ്പോൾ ഈ ലോകത്തിനും ഈ രാജ്യത്തിനും നന്നായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ പല കുറവുകൾ നിങ്ങൾ കണ്ടു കാണും, അത് ശരിയാണ്. അതുപോലെ തന്നെ കമലാ ഹാരിസിന്റെ പരിപൂർണമായ പെർഫെക്റ്റ് ആണെന്ന് നിങ്ങൾക്കും പറയാൻ സാധിക്കുകയില്ല. പല ചരിത്രങ്ങളും വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഈ ലോകത്തിന്റെ ഗതിയെ നിയന്ത്രിക്കുന്നത് അമേരിക്കയാണ്. അമേരിക്ക അതാണ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയില്ല, നിങ്ങൾ താൽക്കാലികമായിട്ടാണ് ചിന്തിക്കുന്നത്. ഞാൻ അല്പം ദീർഘവീക്ഷണത്തോടെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ രാജ്യം തകർന്നു പോയാൽ ഈ ലോകത്തിന്റെ ഗതി എന്താകുമെന്നും ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുമാത്രമല്ല, ഡെമോക്രാറ്റിക് പാർട്ടി എപ്പോൾ അധികാരത്തിൽ വന്നാലും ഇൻഫ്ലേഷൻ, എല്ലാ വിലക്കയറ്റം, പല പ്രശ്നങ്ങളാണുള്ളത്. എന്നാൽ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്ന് അധികാരത്തിൽ വരുമ്പോൾ അത് പല നിലയിലും ഗുണം ചെയ്യാറുണ്ട്. ഇനി കമലാ ഹാരിസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വൈസ് പ്രസിഡന്റ് ആണ്. അവരെ ഏൽപ്പിച്ചൊരു ദൗത്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോർഡർ സെക്യൂരിറ്റിയെ കുറിച്ചാണ്, ഹോംലാൻഡ് സെക്യൂരിറ്റിയാണ്. അതിൽ വിജയിച്ചതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അവർ കൂടുതൽ ആളുകളെ ടെക്സസിലോട്ട് വിടുകയാണ് ചെയ്തത്. ഇവിടെ പ്രോബ്ലം ഉണ്ടാക്കുക എന്നുള്ളതാണ്. പിന്നെ കാലിഫോർണിയ, ന്യൂയോർക്ക് എന്താണെന്ന് നിങ്ങൾക്കറിയാം. അവിടെയുള്ള ആളുകൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുകയാണ്. അവിടെ ക്രൈം വർദ്ധിക്കുകയാണ്, അവിടെ ജീവിക്കാൻ പ്രയാസമാണ്. എന്നാൽ എന്തുകൊണ്ട് ന്യൂയോർക്കിലുള്ളവർ ടെക്സസിലോട്ട് വരുന്നു? എന്തുകൊണ്ട് കാലിഫോർണിയയിലുള്ളവർ ഇങ്ങോട്ട് വരുന്നു? ഇനി എന്താണ്, ആരൊക്കെയാണ് സാധ്യത എന്നാണ് മൂന്നാമത്തെ ചോദ്യം ചോദിച്ചത്. ആ സാധ്യതയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പല ഗാലപ്പോളും മറ്റൊക്കെ ഞാൻ നിരീക്ഷിക്കുകയും പഠിക്കുകയും ചെയ്യുന്നുണ്ട്. പോപ്പുലർ വോട്ട് ചിലപ്പോൾ കമലാ ഹാരിസിനായിരിക്കും കിട്ടുന്നത്, എന്നാൽ ഇലക്ട്രൽ വോട്ട് ഡൊണാൾഡ് ട്രംപിനായിരിക്കുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു.